ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നില്ലേ, മീൻകറി വെക്കാൻ നോക്കിയപ്പോൾ മുളക് പൊടിയില്ല, ഉപ്പുമില്ല, പുളിയില്ല എന്ന് പറയില്ലേ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷം വെച്ചതാണ് ഈ ഒരു മീൻകറി. സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടാണെങ്കിലാ ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്നും കൂടി അറിയാൻ പാടില്ല. ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ്ട് പോയത്. ഇവിടുത്തെ അയക്കുകയാണെങ്കിൽ ഇല്ലേന്ന് താനും, അയക്കുകയാണെങ്കിൽ എടുത്തു തരും കേട്ടോ. പിന്നെ രണ്ട് ചെറിയ പയ്യന്മാരാണ്, അവർക്കാണെങ്കിൽ ഭയങ്കര തിരക്ക്. പിന്നെ ഒറ്റക്ക് തന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താണ് കടലുണ്ടാക്കുന്ന വിഭവങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ കാണിക്കണമെന്ന് വിചാരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളും കാണണമെന്ന്. അപ്പം ഇന്ന് നമ്മൾ വെക്കാൻ പോണത് സ്പെഷ്യൽ മീൻകറിയാണ്. വേറെ നല്ല വെളിച്ചെണ്ണ ഇല്ലാത്ത മീൻകറി ഉണ്ട് വെക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും വെളിച്ചെണ്ണ ഇല്ലാത്ത മീൻകറിക്ക് ഇത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അടിപൊളി ടേസ്റ്റാടോ, അതുകൊണ്ടല്ലേ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അപ്പം മീനൊക്കെ വെട്ടിത്തേച്ച് എടുത്തിട്ടുണ്ട്. അയ്യോ, വെട്ടിത്തേച്ച് ഞാനല്ല കേട്ടോ, വരാപ്പഴേ കിടക്കണ ആരാണ്ട് വെട്ടിത്തേച്ചത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇത്രയും സാധനങ്ങൾ. പിന്നെ ഒരു തക്കാളിയും വേണം കേട്ടോ. ഒരു തക്കാളി വേണ്ട, പകുതിയായാലും മതി വലുതാണെങ്കിൽ. അപ്പം അതൊക്കെ കൂടി ചതച്ചെടുക്കണം. തക്കാളി അതൊക്കെ അല്ല കേട്ടോ, തക്കാളി അരിഞ്ഞെടുക്കാണ്ടാണ്. ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് മറ്റേ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇത് വറുത്തെടുക്കുമ്പോഴേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിലേ ലാസ്റ്റ് ഇത് കരിഞ്ഞു വിട്ട് കറി കഴിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. മല്ലിയും മുളകൊക്കെ അങ്ങോട്ട് വറുത്ത് വരുമ്പോൾ എന്താ മണമെന്നറിയാമോ? പിന്നെ മണം പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ ചുമച്ച് പണ്ടാറണം അങ്ങോട്ട് മൂക്കിലോട്ട് കയറുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും പിന്നെ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചിട്ടതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂടണം കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് അറിയാലോ, ചാറങ്ങൾ തിളക്കുമ്പോൾ കഴുകി വൃത്തിയൊക്കെ മീൻ കേട്ടോ. നല്ല പീസ് പോലത്തെ മീനാണ് എടുത്തത് കേട്ടോ. അതങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കേ ഇതെല്ലാം കൂടി ഒന്ന് കുളിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ചാറ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മേടിച്ചല്ല അപ്പുറത്തുനിന്ന് തീർന്നെടുത്താണ്. എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനിത് മൂടി വെച്ച് കൊടുത്ത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളിതിൽ മെയിൻ സാധനം ഇട്ടില്ലല്ലോ എന്ന്. വേറെ ഒന്നുമല്ല, ഉപ്പിട്ടില്ലടോ, ഞാൻ മറന്നു എടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു മറവിടാൻ സുഖം തോന്നുന്നുണ്ട്. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കുറച്ച് സമയം നമ്മളിത് കറീനെ വേവിച്ചെടുത്തിട്ടാ. അങ്ങനെ നോക്കുമ്പോഴേ ഇത് നന്നായിട്ട് കുറുകി നല്ല അടിപൊളി സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കറി. ഇതിന് ഉപ്പുംപുളിയൊക്കെ നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ തന്നെ വെച്ചാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയി. പിന്നെ ഇവളതേ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് കറി വെക്കണമെന്ന് പറഞ്ഞിട്ടതേ വെളിച്ചെണ്ണ ചുറ്റിച്ചെന്താണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കറി നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് 2 കറിവേപ്പില തണ്ടും വെച്ച് കൊടുത്തിട്ട് മൂടി അങ്ങനെ വെച്ച് കൊടുത്തിട്ടാ. കഴിക്കാനെടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കറി നന്നായിട്ട് ഒന്നും കൂടി കുറുകി നല്ല എണ്ണമയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മണം നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീൻകറി ഞാൻ കടയിൽ ഉണ്ടാക്കിയിട്ടുമില്ല, വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചോറ് കഴിക്കാൻ പോണെയാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടേ, എൻ്റെ കെട്ടിയാൻ കറിയൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇതേപോലെ ഒരു ഉരുള ചോറങ്ങൾ വരുത്തരും കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ചോറുള്ള കിട്ടുമെന്നില്ലടോ. ഇടക്കിടക്കൊക്കെ ചോറുള്ള തരും കേട്ടോ. പക്ഷേ എന്ന് വെച്ചാലേ പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ആകുമ്പോൾ പുള്ളിക്കാരനില്ലേ എനിക്കൊരു ചോറുള്ള ഫസ്റ്റ് തന്നെ വരുത്തണം. അല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ വരുത്തണം കേട്ടോ. ആരും കേൾക്കണ്ട പണ്ടാറും മതിയാക്കാല്ലേ. കുറേ നേരമായി കുറേ വളിപ്പൊടിച്ചുകൊണ്ടിരിക്കണല്ലേ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ടേബിളിലിരിക്കണ കക്ക റോസ്റ്റും ഞാൻ റോസ്റ്റ് ഉണ്ടാക്കണ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കക്ക റോസ്റ്റ് വെളിച്ചെണ്ണ ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണം. പക്ഷേ എന്താ മോനെ പൊരിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ഒന്നിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ നിങ്ങൾ നാളെ കെട്ടിയാനോട് പറയും, ചേട്ടാ ഞണ്ട് മേടിക്ക്, കക്ക മേടിച്ച്, മീൻ മേടിക്ക്. എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണ് ചാനൽ ഇതിട്ടിട്ടുണ്ട് 3 ഉണ്ടാക്കണം ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കെട്ടിയാന്മാരാകെ വലഞ്ഞു പോകും. അപ്പോൾ അതിനേ നല്ലത് ഓരോ സാധനങ്ങൾ ഇന്നിപ്പോൾ മീൻകറി ഉണ്ടാക്കി നോക്കുക, നാളെ കക്ക, അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയാൻ മറന്നു ഇത് നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും.